ഹായ് ഗൈസ്, നമസ്കാരം. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ പറയാം. പലരിൽ നിന്നും ഞാൻ അന്വേഷിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണ്. നമ്മുടെ ചാനൽ എങ്ങനെ നമുക്ക് റീച്ചാക്കാം, അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ചാനൽ നമ്മൾ ഒരു 90% ആൾക്കാരും ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഒരു 10% മാത്രം ചിലപ്പം വല്ല എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവഴിച്ചെന്നും വരും. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് എങ്ങനെയായാലും യൂട്യൂബിൽ നിന്ന് പണം കിട്ടിയേ മതിയാവൂ എന്നൊരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളിൽ പ്രത്യേകം പല സ്ഥലത്തു നിന്നും നമുക്ക് അറിവ് കിട്ടേണ്ടതുണ്ട്. ഞാൻ ഇതേപോലെ പല റിച്ചായ കുറേ ആൾക്കാർ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അതായത് നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എൻ്റെ അറിവിലൊരു 80% ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്വന്തം ചാനലിൽ പോയിട്ട് നമ്മളെങ്ങനെയാണ് ഇതറിയാൻ വേണ്ടി നമ്മൾ നോക്കരുത്. നേരെ മറിച്ച് മറ്റുള്ളവരുടെ ഫോണിൽ നിന്നോ എവിടെയെങ്കിലും നമുക്ക് നോക്കി നമ്മളെങ്ങനെയുണ്ട് നമുക്ക് വിലയിരുത്താം. പക്ഷെ നമ്മുടെ സ്വന്തം ചാനലിൽ നമ്മൾ ഒരിക്കലും അത് നോക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചാനൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അയ്യോ അത് മോശമായി പോയല്ലോ, പിന്നെ അത്ര നന്നായിട്ടില്ല, അപ്പം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് നമ്മുടെ വ്യൂസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഡൗണായി മാറും. വളരെ റീച്ചായ ആൾക്കാരൊക്കെ തന്നെ നല്ല ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കും അവരുടെ വ്യൂവേഴ്സ്. അതായത് യൂട്യൂബ് നമ്മുടെ ഒരു ചാനൽ അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 500 പേർക്കായിട്ട് അത് വീഴ്ച കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു വിഷമാണ് യൂട്യൂബിന്. അപ്പോൾ നമ്മുടെ ആ വ്യൂ അങ്ങനെ കീഴ്പ്പെട്ടായി വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കഴിയുന്നതും നമ്മളത് ഡിലീറ്റ് ചെയ്യാതെ നോക്കണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോകുന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറ്റൊരു കാര്യം, കൃത്യസമയത്ത് വേണം നമ്മൾ ഇതിടാൻ. ഒരു ചാനൽ നമ്മളൊരു വീഡിയോ ഇടണമെങ്കിൽ അതിനൊരു കൃത്യത വേണം. ഇന്ന് രാവിലെ 8 മണിക്കാണ് നമ്മളിടുന്നതെങ്കിൽ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ വീഡിയോ ഇടണം. ചിലപ്പം വൈകുന്നേരമാണ് നമുക്ക് കൂടുന്നതെങ്കിൽ വൈകുന്നേരം എടുക്കുക, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്. അപ്പം കൃത്യത വേണം ആ വീഡിയോ ഇടുമ്പോൾ. എന്നാൽ മാത്രമേ നമുക്ക് ആൾക്കാർ വ്യൂസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത് ഇടുന്ന സമയത്ത് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മളത് ഇതാക്കാൻ പാടില്ല. പബ്ലിക്കിലേക്ക് വരുത്തരുത് വീഡിയോസ്. അത് നമ്മൾ ഷെഡ്യൂളിൽ വെച്ച് നമ്മളത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൽ. ആ ഷെഡ്യൂളിൽ വെച്ച് നമ്മളൊരു കാണിക്കണം. അത് നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ അലാറം വെക്കാറില്ലേ, അതറിഞ്ഞൂടാത്ത ആൾക്കാരൊന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. ഈ അലാറം വെക്കുന്നത് പോലെയാണ് നമ്മൾ ആ ഷെഡ്യൂളിൽ പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പം വീഡിയോ ഇടുന്നോ അത് ആ സമയത്ത് മാത്രം അതിലേക്ക് വരും. അപ്പോൾ അത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ റീച്ച് കൂടാനുള്ള ഒരവസരം കൂടിയാണത്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്
മറ്റുള്ളവരുടെ ചാനലിൽ പോയിട്ട് നമ്മൾ ഒരു സബ് തരൂ, അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് നീങ്ങാം, ഇതൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യൂട്യൂബിന് നമ്മുടെ ഒരു വില മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അത്തരത്തിൽ പോയിട്ട് പിന്നെ ചെയ്യരുത്. അതൊരു മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ യൂട്യൂബ് നമ്മളെ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മുടെ റീച്ച് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ എത്ര ഹൈ ലെവലിൽ പോയ ആൾക്കാരും ചിലപ്പോൾ ഡൗണായി ചിലപ്പം വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചാനൽ കഴിഞ്ഞ് കളയുക എന്ന് വിചാരിക്കരുത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് വ്യൂസ് കുറഞ്ഞ ചെറിയ ചാനലുകളുണ്ടാവും, കുറേ വീഡിയോസുകളുണ്ടാവും, വ്യൂസ് വളരെ കുറവുള്ള വീഡിയോസ്. ആ വീഡിയോസ് ഒന്ന് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ എന്ന് ആർക്കും തോന്നരുത്. എത്ര കുറഞ്ഞാലും വേണ്ടിയില്ല, ആ വീഡിയോസ് അവിടെ തന്നെ കിടക്കട്ടെ. ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് വീഡിയോനെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ. ഷോർട്ട് വീഡിയോയ്ക്കൊന്നും അത്ര പ്രശ്നമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം, പിന്നെ ഇതിൽ നിന്നും എവിടെ നമ്മൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബാണ് നമുക്ക് പ്രധാനം. കമൻറ്റ് വേണം, പിന്നെ സബ്സ്ക്രൈബ് വേണം, പിന്നെ ലൈക്ക് വേണം. ഇവിടെ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സിന് തികയ്ക്കാൻ ഇപ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോസ് ഒന്നും കാണിക്കാതെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചാൽ അത് നമുക്ക് നഷ്ടപ്പെടും, കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും ആ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ. അതുകൊണ്ട് വീഡിയോ കാണിച്ച ശേഷം മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാനീ പറഞ്ഞു തന്നതിന് എനിക്കൊരു ഉപകാരമായിട്ടെന്നോണം ഇതിലൊരു കമൻറ്റ് ചെയ്യണം, ഒരു ലൈക്ക് അടിക്കണം. അത്രയും ഞാൻ നിങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കുന്നുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.